വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും ഉമ്മിയും കാര്യം അതുപോലെ കുറുമ്പടിക്കുന്ന അനിയനും വൈഫ് ഇത്താറ്റി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പടിഞ്ഞാറക്കര പോകുന്നത്. അവിടെ രാത്രി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കുറച്ച് ദിവസം ഇനി നാലും കൂടെ ഉള്ളൂ എന്നാണ് പറഞ്ഞത്, കേട്ട് നമുക്കറിയില്ല. അത് ഞങ്ങളിന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ഞാനെന്തായാലും ലൈറ്റ് കാണാൻ പോകണം ആദ്യമായിട്ടാണ്. സിറാജി കസ്താനെ വിളിക്കാൻ പോയിട്ടുണ്ട്. അവർ നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ പോകാൻ കുറച്ച് സിമ്പിളാണ്, കൂട്ടായൊക്കെ പോകാൻ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മാറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലൊക്കെ ഇന്ന് അനിയൻ മോനും എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു. അല്ല ഞാനൊക്കെ ആക്കി ഇതേ ആദ്യം പോകാമെന്ന് കരുതി, വേറെ ഒന്നുമല്ല. നമ്മൾ സ്കൂട്ടിയിലാട്ടോ പോകുന്നത്. അപ്പോൾ മക്കളെ കണ്ടാൽ നമുക്ക് സ്പീഡായിട്ട് എന്തായാലും പോകാൻ പറ്റില്ലല്ലോ, നമ്മൾ സാവകാശം പോകുമെന്ന് കരുതി. അങ്ങനെ നമ്മൾ പടിഞ്ഞാറക്കര ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഗേറ്റിനെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അങ്ങനെ നമ്മളിതേ ഇവിടെ എത്തി. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഒരാൾക്ക് 60 രൂപ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 2 പേർക്ക് നമ്മൾ 120 രൂപ വെച്ച് അവർ നമ്മൾ ടിക്കറ്റ് മേടിച്ചു. അത് കഴിഞ്ഞ് നമ്മളുടെ വണ്ടി പാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് എന്താണ് നമ്മൾ ഉമ്മാനെയും അനിയനെയൊക്കെ വെയിറ്റ് ചെയ്തൊക്കെയായിരുന്നു. അപ്പോൾ നമ്മൾ പോയ ടൈമിൽ അവിടെ ബീച്ചിൽ അന്ന് DJ ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര മ്യൂസിക് കാര്യങ്ങളായിരിക്കുമല്ലോ. ഇവിടെ കേട്ടപ്പോൾ ഹൈജിന്മാൻ ആളാകെ കൂടെ ഉണ്ട് മാറി. പിന്നെ ഫുള്ള് ചാടിക്കളി ഓടിക്കളിയൊക്കെ ആയിട്ടോ അവിടെ. അങ്ങനെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പെരക്കാരെല്ലാവരും വന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടോ.
DJ കാണാൻ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് സ്റ്റിക്കർ അടിക്കണ 3 മണൂസുകൾ. ഇസ പറഞ്ഞില്ല ഇവിടെ നിന്ന് കളിക്കാലോ നോക്ക്. അപ്പോൾ അതവിടെ നമ്മൾ ആ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. കാരണം ഇപ്പോഴത്തെ സൈഡിലൊക്കെ ഫുള്ളായിട്ട് ഇതേപോലെ ലൈറ്റ് തന്നെയാണ്. മരത്തിലും ഇതുപോലെ ഓരോരോ എന്താ പറയുക മൃഗങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്ത് നിന്ന് പോകുന്നത് ഏകദേശം DJ ടൈം കഴിയാറായിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം DJ കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കടന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതേ തതാക്ക് ഫോട്ടോഷൂട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഇതേ ഇവിടെ വന്നു. അപ്പം ഇനി ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് അവൾക്ക് എടുത്തു കൊടുക്കട്ടെ. അവളെ കെട്ടിയവനക്ക് അയച്ചു കൊടുക്കാനാണ്. എന്താ ചെയ്യുക?
അതുപോലെ നമ്മൾ വന്നിട്ടുള്ളത് ഈ കുട്ടികളുടെ സെക്ഷനിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചില ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കുട്ടികൾക്കെന്നല്ല വലിയവർക്കുള്ള അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്കിപ്പം വലിയവരായിട്ട് നമ്മളങ്ങനെ വല്ല ഇതൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ, ഫാൻസി ഐറ്റംസ് ഒന്നും ഉപയോഗിക്കില്ലല്ലോ. അതുകൊണ്ട് നമ്മളതൊന്നും മേടിക്കാനുണ്ടായിരുന്നില്ല. മക്കൾക്ക് ടോയ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ കമ്മലുകളാണ് കേട്ടോ. അടിപൊളിയായിട്ട് കമ്മൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വേറൊന്നുമില്ല. ഞാൻ ഉപയോഗിക്കില്ല, ഫാൻസി കമ്മൽ ഞാൻ ഉപയോഗിക്കില്ല. അതുകൊണ്ട് തന്നെ പിന്നെ വാങ്ങിച്ചിട്ട് നമ്മൾ വെറുതെ ക്യാഷ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല നല്ല അടിപൊളി കമ്മലുണ്ടായിരുന്നു. കുറഞ്ഞ വിലയുള്ളൂ കേട്ടോ ഇവിടെ കമ്മലിന്. അതായത് നമ്മൾ ഐറോൻ്റെ അടുത്ത് നടക്കുകയാണ് കേട്ടോ. മോളെല്ലാം ഉറക്കാണ്, അപ്പോൾ മോളെടുത്ത് നടക്കുകയാണ് ഉമ്മ. പിന്നെ ഇതൊക്കെ ഐസിമോനുണ്ട്. ഐസിമോൻ താഴത്തുരുത്തി അപ്പം മണ്ണി കളിക്കണം. അപ്പോൾ ഓനങ്ങോട്ട് എടുത്ത് കൊണ്ടെടുക്കുകയായിരുന്നു. ഞാനിഞ്ഞെടുക്കണ എല്ലാം അങ്ങോട്ട് മാറി പാവൊക്കെ കുറേ ഇടങ്ങാറായിട്ട് മോനെടുത്തിട്ട്. പിന്നെ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഐസ്ക്രീം ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറണ്ടേസും അതുപോലെ നമ്മുടെ മാംഗോ ബാറാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതവർ ചെറണ്ടേസൊക്കെ റെഡി ആക്കിയാണ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, അത്യാവശ്യം ടൈം എടുക്കും എല്ലാവർക്കും സെറ്റാക്കാനല്ലോ. അങ്ങനെ നമ്മൾ എല്ലാവർക്കും വാങ്ങിച്ച് മക്കൾക്ക് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ കഴിച്ചത് ചെറുഡേസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുഡേസ്. അപ്പോൾ ഞാനത് കഴിച്ചു. ഇപ്പോൾ ചായ കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അയാൾക്ക് ആ ഒരു മറ്റേ കോൺ ഐസ്ക്രീം ഉണ്ടല്ലോ, അതാണ് അവന് കഴിച്ചത്, അയാനും എമ്മിയും. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ചു. പിന്നെ ഈ ഒരു ഭാഗത്ത് തന്നെ വന്ന് നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അവിടെ ഒരു സ്റ്റെപ്പ് പോലെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ മക്കളൊക്കെ കുറച്ച് നേരം. അത് കഴിഞ്ഞ് പിന്നെ വെറുതെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം DJ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. അപ്പോൾ നമ്മൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച്. കാരണം ഇവിടെ വെറുതെ എന്നിട്ട് ഈ കാര്യമില്ലല്ലോ. പിന്നെ മക്കൾക്ക് ഉറക്ക് വന്നിട്ടുണ്ടായിരുന്നു, 10:30 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ വെറുതെ ഇരുന്നിട്ട് എന്താ വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അപ്പോൾ ഈ DJ നടന്ന ഈ ഭാഗത്ത് ഇപ്പോൾ ആൾക്കാരൊന്നും ഇല്ല, എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇനി ഇവിടുന്ന് പോകാനും, ബാക്കി എല്ലാ ആൾക്കാരും പോയിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 12 മണി വരെ, രാത്രി 12 മണി വരെ ഉള്ളൂ ലൈറ്റും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞാൽ എല്ലാവരും ഇവിടുന്ന് ഒഴിവാക്കും. അതായത് ഈ ഒരു പാർക്കിൽ നിന്ന് എല്ലാവരും ഒഴിവാക്കും. 12 മണി വരെയുള്ള ടൈം. അത് കഴിഞ്ഞാൽ മൊത്തം ഓഫാക്കും തോന്നുന്നു. നമ്മൾ അതിൻ്റെ മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കാരണം കുട്ടികൾക്ക് ഉറക്കൊക്കെ ഉള്ളതല്ലേ. ഉറക്ക് വന്നിട്ട് പിന്നെ അവരെ ആ കുട്ടികളെയും ബുദ്ധിമുട്ടിക്കരുതല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോകും. പിന്നെ ഇവിടെ ദിവസം എന്താ പറയുക DJ അല്ല കേട്ടോ ഉള്ളത്. പല ദിവസം പല പ്രോഗ്രാംസാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. നമ്മുടെ ഷാഫിഖോലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രശസ്തരായിട്ടുള്ള കുറേ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആ ടൈമിലൊന്നും എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ എന്താണ് വന്നത്, നമ്മൾ വന്ന ടൈമിൽ നമുക്ക് DJ ആണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കേച്ചിൻ്റെ അവിടെ തന്നെ കൂടിയിട്ട് സിറാജു മോനിറ്റ് ആദ്യം തന്നെ വണ്ടി പോയിരുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ കൂടി. ഇവർ കാറ് പിന്നെ പുറത്തായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ ആ ഭാഗത്തോട്ട് പോയി. ഞങ്ങൾ പിന്നെ സ്കൂട്ടി ഉള്ളിൽ തന്നെയാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനാട്ടോ പിന്നെ ഡ്രൈവ് സ്കൂട്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഓടിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഓക്കെ, താങ്ക് യു.